നമസ്കാരം. അത് നല്ല ചോദ്യം. ഇത് എനിക്ക് പൊളിക്കണം. താങ്ക് യു. ചോദിച്ചല്ലോ, താങ്ക് യു. നോക്ക്, അല്ല ഈ പ്രചരണത്തിൽ പൊളിക്കണം. ഈ കടം വാങ്ങേണ്ടത് എന്തിനാണ്? ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു ആസറ്റ് ഉണ്ടാക്കി ആ സംസ്ഥാനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് കടം വാങ്ങുന്നത്. സംസ്ഥാന ഗവൺമെന്റ് കടം വാങ്ങുന്നത് എന്തിനാണ്? അത് ഞാൻ ചോദിക്കുന്നു. 22 ലക്ഷം കോടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് എന്താണ് അവർ സൃഷ്ടിച്ചത്? സെൻട്രൽ ഗവൺമെന്റ് കടം വാങ്ങിച്ചു, അവരെ കടം കൂടുതലായി. എവിടെയായിരുന്നു ഇന്ത്യൻ്റെ ഇക്കോണമി 2014? ദുർബലമായ 5ാമത്തെ ഇക്കോണമി. ഇന്ന് എവിടെയാണ്? ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ആയിട്ട് മാറിയ കൺട്രിയാണ്. കാരണം ആ കടം വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. കടം വാങ്ങിച്ചിട്ട് കീശലിടല്ല, സഖാമാർക്ക് പെൻഷൻ കൊടുക്കാനല്ല. അതാണ് വ്യത്യാസം. അല്ലല്ല, സഖാമാർക്ക് ഞാൻ പെൻഷനല്ല പറഞ്ഞു. അതെ. അപ്പോൾ അഴിമതി അതിനല്ല, കടം നാടിനെ നന്നാക്കാനും നാടിൻ്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കടമാവണം. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, BJP NDA സർക്കാരിലുണ്ടെങ്കിൽ, അത് എവിടെ നോക്കിയാലും, UP യിലുണ്ടെങ്കിലും എവിടെ നോക്കിയാലും കടമെടുക്കും, നോ ഇഷ്യൂസ്. പക്ഷെ കടം എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ഡേറ്റാ സെന്റർ ഉണ്ടാക്കുന്നു, ഹൈവേസ് ഉണ്ടാക്കുന്നു, അങ്ങനെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു കാര്യം ഒന്ന് പറഞ്ഞത്, ഈ 22 ലക്ഷം കോടി ചെലവാക്കി 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് ഈ സർക്കാർ ചെയ്തു തന്നിരിക്കുന്നത്? ഒന്ന് പറയും. അല്ല, തൊഴിലും വിലക്കയറ്റം ഡിപ്പാർട്ട്മെന്റിൽ അവർ എന്ത് ചെയ്തു? പറയൂ. ഒന്നും ചെയ്തിട്ടില്ല. കടം എടുക്കുന്നത് ഒരു തെറ്റൊന്നല്ല. കടം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതാണ്, അതാണ് കഴിവ് അല്ലെങ്കിൽ കഴിവില്ലായ്മ, അതാണ് താല്പര്യം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റ്. ഇവരെ കടം വാങ്ങിച്ചിട്ട്, കർണാടകയിലും കടം വാങ്ങുന്നുണ്ടല്ലോ. കടം വാങ്ങിച്ചിട്ട് ആരുടെ കീശയിലാണ് പോകുന്നത്? DK ശിവകുമാറിന്റെ കീശയിലാണ് പോകുന്നത്. അതല്ല കടം വാങ്ങിച്ചിട്ട് ചെയ്യേണ്ടത്. ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരണം, ജനങ്ങൾക്ക് തൊഴിൽ കൊണ്ടുവരണം, ജനങ്ങളുടെ വിലക്കയറ്റം പരിഹരിക്കണം. ഇതാണ് കടമെടുത്ത് ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു കടമ. സത്യം പറയാമല്ലോ, ഈ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വരുന്ന സമയത്തൊക്കെ എനിക്കത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. കാരണം അദ്ദേഹം ജനിച്ചു വളർന്നതും അദ്ദേഹത്തിൻ്റെ ഭാഷയുമൊക്കെ വ്യത്യസ്തമായിരുന്നു. കാരണം ഈ കേരളത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെപ്പറ്റിയൊക്കെ അദ്ദേഹത്തിന് അറിയാമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ആ ധാരണ തെറ്റായിരുന്നു എന്ന് എനിക്ക് തന്നെ ബോധ്യമാവുകയാണ്. കാരണം അദ്ദേഹം ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ഭാഷയായ മലയാളം തന്നെ അദ്ദേഹം മെച്ചപ്പെട്ടു വരുന്നു. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തിലെ ഏറ്റവും പാടുള്ള ഭാഷയിൽ 2ാം സ്ഥാനത്താണ് ഈ മലയാളം പഠിച്ചെടുക്കാൻ. അതായത് നമുക്കത് എളുപ്പമാണ്, നമ്മൾ ഇതിൽ ജനിച്ച് വളർന്നുകൊണ്ട് നമുക്കത് എളുപ്പമാണ്. പക്ഷേ മലയാളം അറിയാത്ത ഒരാൾക്ക് ഈ ഭാഷ പഠിച്ചെടുക്കുക എന്നത് ഇംഗ്ലീഷിനേക്കാളും വലിയ കട്ടിയുള്ള കാര്യമാണ്. ആ ഭാഷ അദ്ദേഹം ഓരോ ദിവസം കഴിയുന്തോറും അതിൽ വലിയ മികവ് കാണിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായിട്ടുള്ള കഴിവാണ് എന്ന് വെക്കാം. ഞാൻ അതൊന്നുമല്ല പറഞ്ഞു വരുന്നത്. ഈ മനുഷ്യൻ എപ്പോൾ സംസാരിച്ചാലും കേരളത്തിൻ്റെ വികസനത്തെ പറ്റിയും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കേണ്ട ആവശ്യകതയെ പറ്റിയൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ BJPയുടെ മേൽ ആരോപിക്കുന്ന പോലെ വർഗീയതയോ അല്ലെങ്കിൽ ജാതി മത ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന് വളരെ നല്ല കാഴ്ചപ്പാടുണ്ട്, അതാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൈരളിയുടെ റിപ്പോർട്ടറാണ് ഒരു കൊസ്രാക്കൊള്ളി ചോദ്യം ചോദിക്കുന്നത്. കടമെടുക്കുന്ന കേസിനെ പറ്റിയാണ്. രാജ്യം കടമെടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് സംസ്ഥാനം കടമെടുക്കുന്നതിനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു? ഇതാണ് ചോദിച്ചത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മാത്രമല്ല ഈ കടമെടുക്കുന്നത്, അമേരിക്ക വരെ കടമെടുക്കാറുണ്ട്. അമേരിക്കയും ചൈനയുമൊക്കെ നമ്മുടെ രാജ്യത്തേക്കാൾ കൂടുതൽ കടമെടുക്കുന്ന രാജ്യങ്ങളാണ് അവർ. അപ്പോൾ കടമെടുത്തിട്ട് ഈ കടം എടുത്ത പണം കൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെയാണ് കാര്യമിരിക്കുന്നത്. കേരളം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും വേണ്ടി മാത്രമാണ്. അതും ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത രീതിയിലുള്ള പെൻഷൻ സമ്പ്രദായം ഇവിടെയുണ്ട്. അത് ജോലി എടുക്കുന്നവർക്ക് പെൻഷൻ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ 2.5 വർഷം MLAയുടെ സ്റ്റാഫായിരിക്കുന്ന ആൾക്ക്, മന്ത്രിയുടെ സ്റ്റാഫായിരിക്കുന്ന ആൾക്ക് ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്നൊരു സമ്പ്രദായം ഇവിടെയുണ്ട്. ഇതിന് നമ്മുടെ കാശാണ് പോകുന്നത്. നമ്മുടെ കാശ് തികയാതെ വരുമ്പോഴാണ് ഇവർ പോയി കടമെടുക്കുന്നത്, ലോൺ എടുക്കുന്നത്. അല്ലാതെ കേരളം പോയി ലോൺ എടുക്കുന്നത് റോഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്കൂൾ പണിയാനോ അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ രാജ്യം കടമെടുക്കുന്നത് റോഡ് പണിയാനും റെയിൽവേ വികസിപ്പിക്കാനും ആശുപത്രി പണിയാനും സ്കൂൾ പണിയാനും മറ്റ് വികസിത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ റിസൾട്ടാണ് താഴെ നിന്ന് നമ്മൾ സാമ്പത്തിക നിലയിൽ താഴെ നിന്ന് നമ്മളിപ്പോൾ 4ാം സ്ഥാനത്തേക്ക് ലോകക്രമത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. അത് വിസിബിളാണ്, നമുക്ക് കാണാമല്ലോ, അല്ലെങ്കിൽ ലോകം തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ ഒരു രീതിയിൽ കേരളത്തിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ ലക്ഷം കോടികൾ 12 ലക്ഷം കോടിയൊക്കെയാണ് പറയുന്നത്. അതും പിണറായി വരുന്നതിന് മുമ്പ് എത്ര കടമുണ്ടായിരുന്നോ അതിൻ്റെ ഇരട്ടിക്ക് മേളിലായി പിണറായിയുടെ 10 വർഷം ആകുമ്പോഴേക്കും എന്നാണ് കണക്കുകളും മാധ്യമങ്ങളും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി എടുത്തു?
ഇത് ഇത്രയും എടുത്തിട്ട് നമ്മളെ കാണിക്കാൻ എന്തെങ്കിലും വേണം. ഇതിനു വേണ്ടി ചിലവാക്കിയെന്ന് കാണിക്കാൻ എന്തെങ്കിലും വേണം. റോഡ് കാണിക്കാൻ പറ്റില്ല. നാഷണൽ ഹൈവേ എല്ലാം ദേശീയ പാത അതോറിറ്റിയാണ്, അതായത് കേന്ദ്രത്തിൻ്റെയാണ്. പിന്നെ ഈ ഒരു വിഴിഞ്ഞം തുറമുഖമുണ്ട്, അതിനകത്തും വലിയ അവകാശം ഒന്നും ഉന്നയിക്കാനില്ല. കാരണം അതിൻ്റെ ചിലവെല്ലാം അദാനിയാണ്. ഇവർ നാമമാത്രമാണ്. കേന്ദ്രത്തിനും അതെ, സംസ്ഥാനത്തിനും അതെ, നാമമാത്രമാണ് ചിലവ്. അതിനിപ്പം ചിലവ് കാര്യങ്ങളെല്ലാം അദാനിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് 50 വർഷത്തേക്ക് അത് പാട്ടത്തിന് പോലെ അല്ലെങ്കിൽ നടത്തിപ്പ് അവകാശം കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താണ് നമുക്ക് കാണിക്കാനുള്ളത്? സ്കൂളെടുത്താലും മെഡിക്കൽ കോളേജ് എടുത്താലും മറ്റു പല കാര്യങ്ങളെടുത്താലും നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമൊക്കെ എടുത്താലും ഇതിലെല്ലാം കേന്ദ്ര പങ്കാളിത്തം ഉണ്ടെന്നേ. ഇപ്പോൾ ആരോഗ്യ കേന്ദ്രത്തിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോഴേ നമുക്കറിയാം അത് കേരളത്തിൻ്റെ മാത്രമല്ല, അത് കേന്ദ്രത്തിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് വരില്ല. പിന്നെ നമ്മുടെ വീടുകളിൽ വെള്ളം കൊണ്ടുവരുന്ന ജൽ ജീവൻ പദ്ധതി എന്നാണ്. അത് കേരളത്തിൻ്റെ മാത്രമായിരുന്നെങ്കിൽ ജലജീവൻ പദ്ധതി എന്ന് നല്ല വെണ്ടയ്ക്ക വലിപ്പത്തിൽ മലയാളത്തിൽ വന്നേനെ. പകരം ഹിന്ദിയാണ് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്ന ജൽ ജീവൻ പദ്ധതി എന്നാണ് അതിന് പേര് പോലും വന്നിരിക്കുന്നത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ, നിരവധി പദ്ധതികൾ, ഇതിലൊക്കെ കേന്ദ്രത്തിൻ്റെ കൂടി പങ്കാളിത്തത്തോടെയാണ് പോകുന്നത്. പിന്നെ എന്താണ് നമുക്ക് കാണിക്കാനുള്ളത്? ഈ കടമെടുത്തിട്ട് ഞങ്ങൾ ഇതാണ് ചെയ്തത്, കടമെടുത്തെങ്കിൽ ആ പണം ഞങ്ങൾ ദൂർത്തടിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു സംരംഭം ഞങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് കാണിക്കാൻ ഇവരുടെ കയ്യിലൊന്നുമില്ല. DYFI ചെയ്യുന്ന പൊതിച്ചോറ് കാണിക്കാൻ പറ്റുമോ? പൊതിച്ചോറ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓണം വരുമ്പോൾ കൊടുക്കുന്ന കിറ്റ് ഞങ്ങൾ കടമെടുത്താൽ കൊടുക്കുന്നത് പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ? നാണക്കേടല്ലേ? പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രം കടം എടുത്തിട്ടുണ്ട്, ശരിയാണ്, കടമെടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ കടം വാങ്ങി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ 6 വരി പാത കാണിക്കും. അതുപോലെ റെയിൽവേ സ്പീഡ് ഇടനാഴികൾ കാണിക്കും. ഇനി വരുന്ന ഹൈഡ്രജൻ ട്രെയിനും മറ്റ് അതുപോലുള്ള മെട്രോകൾ കാണിക്കും. എത്ര പദ്ധതികൾ അവർക്ക് കാണിക്കാനുണ്ട്. കൂറ്റൻ വ്യവസായശാലകൾ വന്നത്, അല്ലെങ്കിൽ എയിംസ് വന്നത്, IIT വന്നത്, ഇതൊക്കെ അവർക്ക് കാണിക്കാനുണ്ട്. ഞങ്ങൾ കടം വാങ്ങിയെങ്കിൽ ഞങ്ങൾ ഇതൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തത്. കേരളം എന്ത് കാണിക്കും? ഇതാണ് കാതലായിട്ടുള്ള ചോദ്യം. അത് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഈ മാപ്രോളൊന്നും ഇടയ്ക്ക് കയറി അലമ്പുണ്ടാക്കുന്നൊന്നും കാണാനില്ല. കാരണം വികാരപരമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. ഇവിടെയാണ് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ശ്രീലേഖയൊക്കെ പെട്ടുപോകുന്ന ഇതാണ്. അവർ ഒന്ന് പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ മാറ്ററിൽ നിന്ന് തന്നെ വിട്ടുപോയി പിന്നെ വായി വരുന്നതൊക്കെ ആയിരിക്കും പറയുന്നത്. അത് വ്യൂവേഴ്സ് കിട്ടും അതിന്. അതായത് മാപ്രകൾ അത് എടുത്തുകൊണ്ട് പോയി കുറച്ച് മസാലയൊക്കെ ചേർത്ത് അവർ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ അത് കണ്ട് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. അത് ഇവർക്ക് നെഗറ്റീവായിട്ട് വരും. അതുകൊണ്ട് അവരുടെ പിന്നാലെ നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ എന്തായാലും സുരേഷ് ഗോപിയുടെ പിന്നാലെ ചൊറിയുന്നില്ല. കാരണം നേരത്തെ MP എന്ന നിലയിൽ സുരേഷ് ഗോപി മാത്രമായിരുന്നു BJPയുടെ ഒരു അധികാര കേന്ദ്രം. ഇവിടെ MP മന്ത്രി. ഇപ്പോൾ അങ്ങനെയല്ല. PV രാജേഷ് മേയറായിട്ട് വന്നു. അവിടെ 50-51 BJPയുടെ കൗൺസിലർമാർ വന്നു. പല കോർപ്പറേഷനുകളും BJPക്ക് നിർണായകമായിട്ടുള്ള സീറ്റുകൾ കിട്ടി തുടങ്ങി. അങ്ങനെ പല രീതിയിൽ വിഭജിച്ച് പോയി. അപ്പോൾ സുരേഷ് ഗോപി കുറേ കൂടെ സേഫായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ വളരെ പക്വതയോടെ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നു, ഫാക്റ്റുകൾ വെച്ച് സംസാരിക്കുന്നു. അതായത് കൊസറാക്കൊള്ളി ചോദ്യമൊന്നും അവിടെ ചിലവാകത്തില്ല. തിരിച്ചിങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. കേന്ദ്രം കടമെടുക്കുന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിനത് കാണിക്കാനുള്ള, ആ പണം ചിലവാക്കിയത് കാണിക്കാനുള്ള സംഗതികൾ അവരുടെ കയ്യിലുണ്ട്. കേരളത്തിന് എന്തുണ്ട്? ഇതൊരു ചോദ്യമാണ്. ഇത് ഞാൻ മാത്രമല്ല, നിങ്ങളും സ്വയം ചോദിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സർക്കാർ കടമെടുക്കുന്നു, എന്തിനു വേണ്ടി, എന്ത് ചെയ്യാൻ വേണ്ടി? ഇതാണ് ഗൗരവതരമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വിഷയമാവേണ്ട കാര്യം.